എന്താ നീ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടു. ദേ, പുറത്തുനിന്ന് കളിക്കുന്ന പോലെയല്ല. ഇവന്മാരെ എങ്ങാനും പ്രകോപിപ്പിച്ചാ എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. ഇവര് പള്ളക്ക് കയറ്റത്തിലൂടാ. അങ്ങനെ എന്നെ പേടിപ്പിക്കേണ്ട പ്രകാശേ. നിനക്ക് എന്താ വേണ്ടത്? ഇതൊന്ന് അവസാനിപ്പിക്കുക. ആ, ഇനി അധികം വൈകില്ല. നീ ഇങ്ങനെ കിടന്ന് ധൃതി പിടിക്കാതെ എല്ലാം ശരിയാവും. അല്ല, എന്താ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ ആ ഇസബെല്ലെ അങ്ങ് തേച്ചതെന്തിനാ? എന്താ എന്താ പറഞ്ഞേ? അല്ല, ഇസബെല്ലയായിട്ട് നീ പ്രണയത്തിലായിരുന്നില്ലേ? പിന്നെന്താ നൈസായിട്ട് കാലു മാറിയ? ആരാ പറഞ്ഞ് ഞാൻ ഇസബെല്ലയായിട്ട് പ്രേമത്തിലായിരുന്നു എന്ന്? അവളെ എന്റെ പുറകെ നടന്നത്, എന്നെ ട്രാപ്പിലാക്കാൻ നോക്കിയത്. എന്റെ മനസ്സില് ഒരൊറ്റ പെണ്ണിനെ സ്ഥാനമുള്ളൂ, എന്റെ ദേവിക്ക് മാത്രം. ഇന്ന് വരെ അങ്ങനെ തന്നെയാ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാ. ഈ ആദർശവും പവിത്രതയും ഹൃദയശുദ്ധിയൊക്കെ കൊള്ളാം. എന്താ, ചില പെണ്ണുങ്ങളെ വെറുപ്പിച്ച ജീവിതകാലം മുഴുവൻ വെള്ളം കുടിക്കേണ്ടി വരും. ഒരു തരത്തിൽ നോക്കിയാ ആ ഇസബെല്ലെ വെറുപ്പിച്ചുകൊണ്ടല്ലടാ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഇതല്ല, ഇതിനപ്പുറത്തെ അവസ്ഥയാണെങ്കിലും ശരി, താലി കെട്ടിയ ഭാര്യ മറന്ന് ഞാനൊന്നും ചെയ്യില്ല. അതിലൂടെ കിട്ടുന്ന നേട്ടമൊന്നും എനിക്ക് വേണ്ട. താൽക്കാലികമായി കിട്ടുന്ന സുഖവും സന്തോഷമൊക്കെ അല്പായുസ, അതെനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് ഇനി ആലോചിക്കാവുന്നതാണ്. ഇനി ഈ പ്രയാസങ്ങളൊന്നും മാറി കിട്ടും. അവളുടെ സ്നേഹം കിട്ടിയിട്ടെ എനിക്ക് ഈ പ്രയാസങ്ങളൊന്നും മാറണ്ട. ഓ, ഞാൻ വിട്ടേ. ഞാൻ ഇനി നിന്നോടൊന്നും പറയത്തില്ല. ആ, എന്തായാലും ദേവിക മഹാഭാഗ്യം ചെയ്ത കുട്ടിയാ. നന്ദനെ പോലെ ഇത്രയും ഹൃദയശുദ്ധിയുള്ള ഒരു ഭർത്താവിന് കിട്ടിയല്ലോ. ആ, ശരി, കാണാം.